എടാ ഈ ക്രിസ്മസോടുകൂടി എൻ്റെ എല്ലാ ടീം ഒക്കെ നിർത്താ. അടുത്ത മാസം, അതായത് അടുത്ത വർഷം ഞാൻ പെർഫെക്റ്റാ. ഇതല്ല കൊല്ല ഞാൻ കേൾക്കുന്നത്. അതിനൊക്കെ വിളിക്കുന്നതാ ഹൈഡ്രജൻ. എടാ ഐറിൻ ഫോണെന്ന്. ഹലോ, അതെ ദേവേന്ദ്ര മോളെ. ഓ ഫോൺ വന്നത് പറയണ്ടായിരുന്നു. നമ്മളെ വിളിക്കാൻ ആരില്ലല്ലോ. ആരാ മോത്തിക്ക് ലൈറ്റ് അടിക്കണേ? ഞാനാടാ നിന്റെ കാലൻ. നീയാ? നീ ഒന്നാം തീയതി വരാറ് ഈ കാല. ഇനിയുണ്ടല്ലോ 5-6 ദിവസം. ഞാൻ ആ കാലനല്ലോ, നിന്നെ കൊണ്ടുപോകുന്ന കാലനാ. കൊണ്ടുപോവാനാ? എങ്ങോട്ട് കൊണ്ടുപോവാൻ? നീ മര്യാദയ്ക്ക് വന്ന് ഈ കയറിന്റെ ഉള്ളിൽ കയറിക്കോ. കയറിന്റെ ഉള്ളിൽ കയറാൻ ഞാൻ മുട്ടറാടാ. നിന്നോട് കേറാൻ പറഞ്ഞപ്പോ ഇനി എനിക്ക് അധികം സമയമില്ല. ഇനി നിനക്ക് ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ബാക്കിയില്ല. കാലം ചേട്ടാ. ചേട്ടനാ? അല്ല കാലം ബാബ, എനിക്കൊരു അവസരം എടുത്താ. കാലം ബാബ പ്ലീസ്, ഒരു അവസരം എടുത്താ. നീ കറഞ്ഞിട്ടും കാല് പിടിച്ചിട്ടും ഒരു കാര്യമില്ല. നിന്റെ പ്രായത്തിന്റെ കൂടിയല്ല നീ കുടിച്ചുകൊണ്ടിരിക്കണ. നിന്റെ പ്രായത്തിലുള്ള പലരും നാളെ എന്റെ കൈക്ക് വരാനുള്ളതാ. അതെനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരണം. നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഞാൻ ദൈവമുള്ളടാ, കാലനാണ്. എന്റെ കാലം പാപ്പ, എന്നെ കൊണ്ടുപോയി കൃത്യം മാവത്തന്നെ എടുത്തോ. എന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ച പാപ്പ. പ്ലീസ് പാപ്പ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇവനെ കൊണ്ട് ശല്യായില്ലോ. ശരി, ഇതുവരെ ഞാൻ ആർക്കും കൊടുക്കാത്ത അവസരം നിനക്ക് തരാണ്. നിന്റെ ആഗ്രഹം എന്താ? അല്ല മാമ, എന്റെ ആഗ്രഹം ഇപ്പൊ എത്ര ഉള്ളൂ. ഞാൻ പറ്റാണ്ടിരിക്കുമ്പോ എന്നെ കൊണ്ടുപോയിരുന്നു. നാളെ രാവിലെ എന്റെ പറ്റിറങ്ങിയതിന് ശേഷം എന്നെ കൊണ്ടുപോകൂ. ശരി, നിന്റെ ആഗ്രഹം സാധിച്ചെന്നിരിക്കുന്നു. ഇനി നീ പറ്റായിരിക്കുമ്പോ നിന്നെ ഞാൻ കൊണ്ടുപോയില്ല. നിന്റെ പട്ടി ഇറങ്ങിയ ശേഷം കൊണ്ടുപോകുള്ളൂ. Talking to a real goat. എനിക്ക് കൊറേ പെൻഡിങ് കേസുകൾ ഉള്ളതാടാ. എത്ര ദിവസമായിട്ട് നീ എന്നെ വിളിപ്പിച്ച് നടക്കണേ? ഒരുത്തനെ കൊണ്ടുവരാൻ പോയിട്ട് എത്ര നാളായടാ? എന്താടാ അവനെയും കൊണ്ടുവരാത്ത? അവന് ഞാൻ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തു പോയി. എന്താ ആഗ്രഹം? അവൻ പട്ടിപ്പുറത്ത് ഇരിക്കുമ്പോ അവനെ കൊണ്ടുപോകുന്ന പറഞ്ഞ, പക്ഷെ അവൻ ഏത് നേരത്തും പാമ്പായിരിക്കണേ. എന്നാ ഇനി അവനില്ലാതെ നീയും ഇങ്ങോട്ട് വരണ്ട.